ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പോലീസുകാർ സ്കൂളിൽ നിന്ന് മാഷ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വിക്രം മുന്നിൽ വന്നിട്ട് പറയും, അതെന്റെയാണ്, അച്ഛനെ അറസ്റ്റ് ചെയ്യണ്ട, ഇത് ഞാനാ ബാഗിൽ വെച്ചത്, ഇതെന്റെയാ. വീണ്ടും പറയുമ്പോൾ മാഷ് അങ്ങ് ഞെട്ടിപ്പോവും. കമലയും പോലീസുകാരൊക്കെ തന്റെയോ? വിക്രം പറയും, അതെ, എന്റെ വീട്ടിലെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുള്ളത് എനിക്ക് മാത്രമാണ്, അതെന്റെയാണ്. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം, അച്ഛനെ വെറുതെ വിടണം, അച്ഛൻ നിരപരാധിയാ എന്ന് പറയലും മാഷിന്റെ കൈ വിക്രമിന്റെ മുഖത്ത് വീഴാണ്. ഇനി ഒരു നിമിഷം എന്റെ മുന്നിൽ കാണരുത്, കൊണ്ടുപോയിക്കോളൂ സാർ. സുധാകരൻ മാഷ് എന്ന അധ്യാപകന്റെ അവസാന ദിവസമാണിന്ന്. ആ ദിവസം തന്നെ നീതി ചെയ്തു. ഇനി എനിക്ക് നിന്നെ കാണണ്ട, പോടാ എന്ന് പറഞ്ഞ് പിന്നെ മുഖത്തേക്ക് നോക്കുന്നില്ല. കമല മാഷ എന്ന് വിളിച്ച് സങ്കടത്തോടു കൂടെ പൊട്ടിക്കരയാണ്. അപ്പോഴേക്ക് പോലീസുകാരെ വിക്രമിന്റെ കയ്യിലെ വിലങ്ങിടാണ്. മാഷ എന്ന് വിളിച്ച് കമല പൊട്ടിക്കരയാണ്. അങ്ങനെ വിക്രം തല താഴ്ത്തിക്കൊണ്ടാണ് പോലീസുകാരുടെ കൂടെ നടന്നു പോകുന്നത്. ഈ സമയം കുട്ടികളൊക്കെ ഇങ്ങനെ ആർത്ത് ഉല്ലസിക്കുന്നുണ്ട്. ഈ സമയം അധ്യാപകരിലെ ചിലര് പറയും, കുട്ടികളെ മുഴുവൻ സത്യവും ധർമ്മവും കാരുണ്യവും പഠിപ്പിച്ചപ്പോ സ്വന്തം കുട്ടികളെ നേരെ വളരാൻ പഠിപ്പിച്ചില്ല. മറ്റേ അധ്യാപകരും പറയും, അല്ലെങ്കിലും വൈദ്യന്റെ മകൻ സന്യ വന്ന് മരിക്കുന്നല്ലേ. അങ്ങനെ വിക്രമിനെ പോലീസ് വണ്ടിയിലെ ആ സ്കൂൾ മുറ്റത്ത് വെച്ച് കൊണ്ടുപോവാണ്. ഈ സമയം ഇതെല്ലാം കേട്ട് വേദ ചോദിക്കും, വിക്രമായിരുന്നോ അച്ഛന്റെ ബാഗിലത് വെച്ചത്? ശ്രീജ പറയും, അങ്ങനെയാ അന്ന് അവൻ പറഞ്ഞത്. വേദ പറയും, എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല ശ്രീജടത്തി, ഞങ്ങൾക്കാർക്കും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല വേദേ. പക്ഷെ പോലീസിനോടും കോടതിയോടും അവൻ അത് തന്നെ ആവർത്തിച്ചു. സ്കൂൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നത് പോലീസ് വരുന്നത് കണ്ടപ്പോ അച്ഛന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തല്. വേദ പറയും, കേൾക്കുമ്പോ തന്നെ കള്ളമാണെന്ന് തോന്നില്ലേ ശ്രീജടത്തി? ഒന്നാമത് വിക്രം അത് ചെയ്യുന്നത് വിശ്വസിക്കാൻ തന്നെ വയ്യ, പ്രത്യേകിച്ചും അച്ഛന്റെ ബാഗിലെ അങ്ങനെ ഒരു റിട്ടയർമെന്റിന്റെ ഇടയില് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് തന്നെ പറയുമ്പോൾ അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല ശ്രീജടത്തി. ശ്രീജ പറയും, വിക്രം അത് നിഷേധിച്ചില്ലല്ലോ, അപ്പോഴോ? അച്ഛൻ വിക്രമിനോട് അന്നു മുതൽ മിണ്ടാതായതാണ്. വക്കീലിനെ ഹാജരാക്കാനോ വാദിക്കാനോ ഒന്നും അച്ഛൻ മെനക്കെട്ടില്ല. എന്തിന് കുറെ കാലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അച്ഛന് മടിയായിരുന്നു. വേദയ്ക്കും കോടതി അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലേ വക്കീലിനെ? പക്ഷേ വിക്രം താൻ ചെയ്തതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വാദിക്കാനും തെളിയിക്കാനും ഒന്നുമില്ലായിരുന്നു. 4 കൊല്ലത്തേക്കായിരുന്നു ശിക്ഷ. അക്കാലത്ത് വിക്രം ജയിലിൽ കിടന്നതുപോലെ തന്നെയായിരുന്നു അച്ഛൻ ഇവിടെ ജീവിച്ചത്. ഉപ്പിടാത്ത ഭക്ഷണം, തറയിൽ കിടന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങാതെ ഒരു തരം ജയിൽ ജീവിതം ഇവിടെ. പക്ഷെ ഒരിക്കൽ പോലും വിക്രമിനെ ജയിലിൽ ചെന്ന് കാണാൻ അച്ഛൻ കൂട്ടാക്കിയില്ല. ഒരിക്കൽ വിശ്വേട്ടൻ അമ്മയെ കൂട്ടിച്ചെന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ വരരുതെന്ന് വിക്രം പറഞ്ഞു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കായിരുന്നു അച്ഛൻ. വിക്രമിനെ ശിക്ഷിച്ച ആ ജഡ്ജ് ആരായിരുന്നു എന്ന് അറിയോ വേദയ്ക്ക്? അപ്പൊ വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയും, അച്ഛനല്ലേ. ശ്രീജ പറയും, അതും വിക്രം പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. വേദ ഇവിടെ വന്നതിനു ശേഷം താൻ ജയിൽ ശിക്ഷ വിധിച്ച പ്രതിക്ക് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഏത് അച്ഛനാ ഏട്ടത്തി ഇഷ്ടപ്പെടാന്ന് ചോദിച്ചത്. വേദയ്ക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണോ വിക്രം ശ്രീകാരൻ ശ്രീനിവാസിന്റെ കൂടെ കൂടിയത്, അതോ അതിനു മുമ്പേ അവര് തമ്മിൽ അറിയായിരുന്നോ? അതെ, ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ തമ്മിൽ കണ്ടത്. അതിനു മുമ്പൊന്നും ആ പേര് വിക്രം പറഞ്ഞു കേട്ടിട്ടില്ല. വേദയ്ക്കും അതെങ്ങനെയാണെന്ന് ഏട്ടത്തിക്ക് അറിയോ? ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വിക്രം കുറെ നാളത്തേക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ല. എവിടെ പോയി? അതോ വർക്ക്ഷോപ്പിലെ രാജേട്ടൻ എന്ന് പറഞ്ഞ ആളില്ലേ, പുള്ളിയുടെ കൂടെ അവിടെയായിരുന്നു കിടപ്പെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അമ്മ അന്വേഷിച്ചു ചെന്നപ്പോ അവിടെയും കണ്ടില്ല. പിന്നെ കേൾക്കുന്നതും മുഴുവനും മോശം കാര്യങ്ങളായിരുന്നു. കുടിച്ചു കിടക്കുന്നു, വഴക്കുണ്ടാക്കുന്നു. ഒരിക്കൽ വഴിയിൽ വെച്ച് വിനായകനുമായിട്ട് വഴക്കിട്ടെന്ന് കേട്ടു. വേദയ്ക്കും വിനായകൻ ചേട്ടനായിട്ടോ? ശ്രീചേർത്തി പറയും, അതെ, കാശ് ചോദിച്ചിട്ട് കൊടുത്തില്ല, അതിനാണെന്നാ വിനായകൻ ചേട്ടൻ പറഞ്ഞത്. വേദ അപ്പൊ തന്നെ പറയും, എനിക്കിത് വിശ്വസിക്കാനേ തോന്നുന്നില്ല, വിക്രം അങ്ങനെയൊക്കെ പെരുമാറുമോ? ശ്രീജ പറയും, എനിക്കും അത് തന്നെയായിരുന്നു സംശയം. വിക്രം മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ശ്രീജ പറയും, വിനായകനാ അതിവിടെ വന്ന് പറഞ്ഞത്. വേദ ഇങ്ങനെ എന്തോ ആലോചിക്കുമ്പോ, എന്താ എന്താ വേദ ആലോചിക്കുന്നത്? ഈ ശ്രീനിവാസിനെ വിക്രം കണ്ടത് എങ്ങനെയായിരുന്നു? കുടിച്ച് ലക്കില്ലാതെ അയാളുടെ വണ്ടിയുടെ മുന്നിൽ ചെന്ന് വീണു എന്നാ കേട്ടിട്ടുള്ളത്. അതും വിനായകൻ തന്നെയാട്ടോ ഇവിടെ ഒന്ന് പറഞ്ഞത്. പിന്നീട് വിക്രം കുറെ നാള് ശ്രീനിവാസിന്റെ കൂടെ ആയിരുന്നു, അയാളുടെ കൂടെ അയാളുടെ വീട്ടിലെ. വേദ പറയും, അപ്പൊ അങ്ങനെയാണ് ശ്രീകാര്യ ശ്രീനിവാസൻ വിക്രമിനെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലെ? അയാളുടെ ആവശ്യത്തിന് വേണ്ടി എപ്പോഴും ഏത് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ വിക്രമിനെ മാറ്റിയെടുക്കായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വിക്രമിനെ മോചിക്കണം ശ്രീചേർത്തി ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം വിക്രം ചെയ്യാത്ത തെറ്റ് എന്തിന് ഏറ്റെടുത്തു എന്നറിയണം. അതൽക്കുമ്പോ ശ്രീചേർത്തിക്കും ചെയ്യാത്ത തെറ്റോ? വേദയ്ക്കും ഇത്രയും പറഞ്ഞ ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ വിക്രമാണ് ആ തെറ്റ് ചെയ്തതെന്ന്? എനിക്കങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ വിക്രം സ്വയം സമ്മതിച്ചതല്ലേ, അത് വിക്രം മനഃപൂർവ്വം ഏറ്റെടുത്തതാണെങ്കിലോ? അതേൽക്കുമ്പോ ശ്രീജ ഞെട്ടും. എന്തിന്? ആ ദിവസം ഒരു കുറ്റവാളിയെ പോലെ അച്ഛൻ പോലീസുകാരോടൊപ്പം പോകുന്നത് കാണാതിരിക്കാൻ ശ്രീജയ്ക്കും ആ ബാഗിന്റെ അകത്ത് അതെങ്ങനെ വന്നു? വേദ പറയും, അതാ കണ്ടെത്തേണ്ടത്. തരത്തിനൊരു പ്രതിയെ കിട്ടിയപ്പോ പോലീസ് അന്നത് അന്വേഷിക്കാതിരുന്നതായിക്കൂടെ? ശ്രീജയ്ക്കും അപ്പോ വിക്രം അച്ഛന് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തുന്നാണോ എന്നായിക്കൂടെ?
അതാദ്യം പറയേണ്ടത് വിക്രമാണ്. അത് ഞാൻ വിക്രമിനെ കൊണ്ട് പറയിപ്പിക്കും എന്നുള്ള വാശിയോട് കൂടെ പറയാണ് വേദ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാട്ടോ. വേദ ഇങ്ങനെ ഉമ്മർത്തിരിക്കണേ. അപ്പൊ ഒരു കോള് വരും. ആ സോഫി എന്ന് പറഞ്ഞ് സോഫിയോട് വളരെ സന്തോഷത്തോടു കൂടെ സംസാരിക്കണേ. അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു വെരി മച്ച്. നിന്റെ കൂടെ സപ്പോർട്ടൂടെ ഉള്ളതുകൊണ്ടാ ഇത് നടന്നെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടെ തന്നെ ആ കോള് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരും. വിക്രം നോക്കും, ശേഷം മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകും. അപ്പൊ വേദയും പിന്നാലെ ചെല്ലണേ. എന്നിട്ട് പറയും വിക്രം എന്ന് വെച്ച് വിക്രം തിരിയുമ്പോ വേദ പറയും അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് ഊഹിക്കാമോ? വിക്രം പറയും നിനക്ക് സന്തോഷം തരുന്നത് എന്താണെന്ന് എനിക്കിങ്ങനെ അറിയാനാ? വേദ പറയും എന്നാലും ഒന്ന് ഊഹിക്കുന്നേ. വിക്രം പറയും ഹോ, നിന്റെ അച്ഛൻ എന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും വഴി ഒപ്പിച്ച് കാണും. വിക്രു, അച്ഛൻ ഉണ്ടാക്കി വെച്ചതിൽ നിന്നൊക്കെ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അത് മറക്കണ്ട. ഇനി നിങ്ങളെ ജയിലിൽ നിറക്കാനും നിങ്ങൾക്ക് വേണ്ടി കേസ് വേറെ ആരെയും തേടി പോവണ്ടെന്ന് ചുരുക്കം. ഗുണ്ടയും വക്കീലും ഒരു വീട്ടിൽ തന്നെ ഉള്ളപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. പക്ഷേ ഇനി മോൻ കുരുത്തക്കേട് കാണിച്ചാൽ അഡ്വക്കേറ്റ് വേദ ശങ്കർ നാരായണൻ കിട്ടാനുള്ള ശിക്ഷ ഇരട്ടിയായി വാങ്ങിച്ചു തരും. വിക്രം ഇങ്ങനെ നോക്കുമ്പോ പൊട്ടനെ പോലെ തുറിച്ചു നോക്കല്ലേ. എന്റെ പ്രാക്ടീസ് ശരിയായി. സീനിയർ വക്കീൽ ചക്രവാണി സാറിന്റെ ഓഫീസില് അടുത്ത തിങ്കളാഴ്ച മുതലേ ചെന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഹോ, നന്നായി. വേദയ്ക്കും വിക്രമിന് എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ. വിക്രം ചോദിക്കും ഇനി ഇത് പറഞ്ഞ് ഞാൻ തുള്ളിച്ചാടണോ? തുള്ളിച്ചാടൊന്നും വേണ്ട, എന്നാലും ഒന്ന് കൺഗ്രാറ്റ്സ് ചെയ്തൂടെ? ഓ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ വേദ അറിയോ ഹോ, ഇതൊരു മാതിരി ഉണക്ക കൺഗ്രാറ്റുലേഷൻസ് ആയിപ്പോയല്ലോ. ഒരു തവണ ഒന്ന് ശരിക്കു പറയൂ വിക്രം. വിക്രം അപ്പോഴും കൺഗ്രാറ്റുലേഷൻസ്. വേദയ്ക്ക് ദേഷ്യം വരും. ഹോ, സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സിനോട് പറയുമ്പോ പോലും ഇതിനേക്കാളും ഇമോഷൻസ് ഉണ്ടാവും. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്ന പോലെ ഒന്നും വേണ്ട, ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനോട് പറയുന്ന പോലെങ്കിലും പറഞ്ഞൂടെ? ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് വിക്രമിന്റെ കൈ പിടിക്കാനേ. വിക്രം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യേ എന്ന് പറഞ്ഞ് കൈ വാങ്ങിച്ച് വിക്രം അങ്ങോട്ട് മാറി നിൽക്കും. വേദ പിന്നാലെ ചെല്ലും. വലിയ വീരനും കൊണ്ടേ, പക്ഷെ ഒന്ന് തൊട്ടാ മതി, അപ്പോഴേക്കും ഫ്യൂസ് പോവും. വിക്രം പറയും നീ ഒന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. വിക്രം എന്തിനാ ഇങ്ങനെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പഴയ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. കള്ളും മയക്കുമരുന്നൊക്കെ നടക്കുന്ന ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് ഇനിയും ആഗ്രഹിക്കുന്നുണ്ടോ വിക്രം? വിക്രം ആഗ്രഹിച്ചിട്ടല്ല ആ കാലത്തിലേക്ക് പോയതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതം നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെയായിരിക്കും കൊണ്ടുപോവുക. അത് വേണോ എന്ന് നോക്കുമ്പോ വിക്രം ചിരിക്കും. വേദയ്ക്കും എന്താ ചിരിച്ചത്? എത്ര പെട്ടെന്നാ നീ എന്റെ പഴയകാല ജീവിതവുമായി തീർപ്പ് കൽപ്പിച്ചതെന്ന് ഓർക്കായിരുന്നു. വേദ പറയും ഞാൻ മനസ്സിലാക്കിയ ജീവിതം അതാണ്. ശ്രീജേടത്തി എന്നോട് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. വിക്രം ചോദിക്കും ഒരാൾ അനുഭവിച്ചത് മറ്റൊരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ശ്രീജേടത്തി പറഞ്ഞത് എന്നെക്കുറിച്ച് അവര് കേട്ട കാര്യങ്ങളായിരിക്കും, അത് ഞാൻ അനുഭവിച്ചതാവണമെന്നില്ലല്ലോ. വേദയ്ക്കും എന്നാ വിക്രം എന്താ ശരിക്കും സംഭവിച്ചത്? അല്ല, ഇത്രയും കാലം ഞാനിവിടെ ജീവിച്ചതല്ലേ, എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? അപ്പൊ വിക്രം പറയും നീ പറഞ്ഞില്ലേ മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചെന്ന്. അങ്ങനെ ഒരു കാലം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞൂടാ. എന്റെ ജീവിതത്തിൽ ഒരു തവണ ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയപ്പോ ധൈര്യം കിട്ടിയില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഒരിക്കൽ മദ്യം കഴിച്ചു. മദ്യത്തിൽ വിഷം ചേർത്ത് ആവോളം കുടിച്ചു. ഇത് കേൾക്കുമ്പോ തന്നെ വേദ അങ്ങ് പേടിച്ചു പോന്ന്. അങ്ങനെ അന്നത്തെ കാര്യങ്ങളൊക്കെ വിക്രം ഓർത്തു പറയണേ. അതായത് ജയിലിൽ നിന്നിറങ്ങി ഒരു റോഡിൽ സൈഡിൽ ഇങ്ങനെ രാത്രിയാട്ടോ ഇരുന്ന് മദ്യം കുടിക്കണേ. അത് കുടിക്കാനൊന്നും പറ്റുന്നില്ല വിക്രമിന്. എങ്കിലും താല്പര്യമില്ലെങ്കിലും അത് കുടിക്കും. ശേഷം ഒരു ചെറിയ കുപ്പിയിൽ എന്തോ പോയിസൺ എടുത്ത് അതും കുടിക്കാം. പിന്നീട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുടിക്കും. അങ്ങനെ ആ മദ്യവും ആ പോയിസണും മുഴുവനായി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കണേ. ഇങ്ങനെ തളർന്നു പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും ശ്രീകാര്യം ശ്രീനിവാസന്റെ വണ്ടി വന്ന് ഇടിക്കുന്നതും വിക്രം വീഴുന്നതും. ആരാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും, അതായത് കാറിലെ ഡ്രൈവറും ശ്രീകാര്യം ശ്രീനിവാസനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണേ. അവിടെ ചെന്ന് വിക്രമിനെ നോക്കുമ്പോൾ തന്നെ ശ്രീനി സാർ പറയും വിഷം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കൈപിടിച്ച് നോക്കും. വേഗം എടുക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേൽപ്പിച്ച് എടുത്തുകൊണ്ട് കാറിൽ കിടത്ത ശേഷം അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം നല്ല മയക്കത്തിലാട്ടോ. ശ്രീനി സാറെ വീട്ടിൽ പോയിട്ട് തിരികെ വരികയാണേ. സിസ്റ്റർ അടുത്ത് വയ്ക്കും ആളെ എഴുന്നേറ്റോ? ഇല്ല, നല്ല മയക്കത്തിലാ. വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല, സാറ് വിളിച്ചോളൂ. അങ്ങനെ ആ നേഴ്സ് അവിടുന്ന് പോകുമ്പോൾ ശ്രീനി സാർ വിക്രമിന്റെ അടുത്ത് ചെന്നിരിക്കും. എടോ വിക്രം എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ എഴുന്നേൽക്കണ്ട, എന്നെ മനസ്സിലായോ? പേര് ശ്രീനിവാസൻ, ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന നാട്ടിലറിയുന്ന പേര്. മദ്യത്തില് വിഷം ചേർത്ത് കുടിച്ചിട്ട് ഇയാള് എന്റെ വണ്ടിയുടെ മുന്നിലാ വന്ന് ചാടിയത്. സമയത്ത് ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടു. ആദ്യം കരുതിയത് എന്തെങ്കിലും പ്രേമനൈരാശ്യാവുന്ന, പിന്നെയാ തന്നെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചത്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ കയറിയില്ല അല്ലേ? അതോ കയറ്റാഞ്ഞതോ?
വിക്രം പറയും അങ്ങനെയും പറയാം. ശ്രീനി സാർ പറയും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. വളരെ ബ്രൈറ്റ് ആയ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ താൻ. കുടുക്കിയതോ അതോ ശരിക്കും കുടുങ്ങിയതോ? എന്തായാലും റിട്ടയർമെന്റ് ദിവസം തന്നെ അച്ഛന്റെ ബാഗില് താൻ മയക്കുമരുന്ന് വെക്കാൻ മുതിരില്ല. താൻ കുറച്ച് വിശദമായി അന്വേഷിച്ചപ്പോ എനിക്കത് മനസ്സിലായി. വിക്രം പറയും അത് ചെയ്തത് ഞാനല്ല, പക്ഷേ ആ സമയത്ത് അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് തടയാൻ അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ശ്രീനി സാർ പറയും അപ്പൊ പിന്നെ അതെങ്ങനെയാ തന്റെ ബാഗിലെത്തിയെന്ന് അറിയണ്ടോ? നമുക്ക് കണ്ടുപിടിക്കാം. ആട്ടെ, ഇനി എന്താ പരിപാടി? ഞാനൊരു രാഷ്ട്രീയക്കാരനാണേ. പണ്ട്, വളരെ പണ്ട് കുറെ പരിപാടി ഉണ്ടായിരുന്നു. കള്ളക്കടത്തും സ്പിരിറ്റും ചില കൊട്ടേഷനും കുഴൽപ്പണമൊക്കെ. പക്ഷെ മയക്കുമരുന്ന് അത് നമ്മുടെ മേഖലയിലില്ല കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം കുറച്ച് പണം പലിശയ്ക്ക് കൊടുക്കുക എന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ജീവൻ സ്വയം അവസാനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മളെ കൊണ്ട് ഉപകാരമുള്ള എത്രയോ പേരുണ്ടെന്ന് അറിയാമോ? നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. തനിക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. വിക്രം ഒന്നും ആലോചിക്കണേ. ശേഷം ഇങ്ങനെ ഒന്നും പറയാതെ മുഖത്ത് നോക്കുമ്പോ ശ്രീനി സാർ ഇങ്ങനെ ചിരിക്കും. വിക്രമിന് സമ്മതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിക്രം വേദയോട് പറയണിപ്പോ. അപ്പോ നിങ്ങളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ശ്രീകാര്യം ശ്രീനിവാസനാണ്. അതാണ് ഈ കമ്മിറ്റ്മെന്റിന്റെ കാരണം അല്ലേ എന്ന് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രൊമോ ആയിട്ട് വരാം. ഇതിന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്